അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ രാജേഷ് അവറുകളാണ്. ജന്മനാൽ രണ്ട് കണ്ണിനും കാഴ്ച ഇല്ലാത്ത ഭാഗിക കാഴ്ച ഉള്ള ഒരു ദൈവദാസനാണ് കർത്താവിന്റെ ദാസൻ രാജേഷ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തെ എനിക്ക് കാണുവാനും പരിചയപ്പെടുവാനും ദൈവം അവസരമൊരുക്കി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദൈവദാസന്റെ ഒരുപാട് ജീവിതാനുഭവങ്ങൾ, ഓർമ്മകൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് ഒരു അനുഗ്രഹവും വേറിട്ടൊരു അനുഭവമായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വിശേഷിച്ചാൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ മറ്റു കാര്യം കൂടി ഓർപ്പിക്കുകയാണ്, അരോമ ടി വിയിൽ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നമുക്ക് പങ്കുവയ്ക്കുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല സാക്ഷ്യങ്ങൾ സമയമുള്ളപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അരോമ ചാനൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക. വിവിധ ഭാഷകളിലുള്ള സാക്ഷ്യങ്ങളും ഉണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും കേട്ട് അനുഗ്രഹിക്കപ്പെടും. അത് നിങ്ങളുടെ വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ആത്മീയമായി വളരുന്നതിനും ഒക്കെ സഹായകരമായ ഒത്തിരി നല്ല അനുഭവങ്ങളും ഓർമ്മകളും നമുക്ക് കേൾക്കാൻ കഴിയും. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അനുഗ്രഹമായി തീരണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇക്കാര്യം ഓർപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ രാജേഷ് അവരുടെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോട് സമയം ചെലവഴിക്കാനായിട്ട് ഞങ്ങൾ ക്ഷണിച്ചു. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയിൽ എൻ്റെ അനുഭവ സാക്ഷികമായി വരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിന് മുഖാന്തരമായ പ്രിയ ഗുജറാത്തിലുള്ള ഡാനിയൽ ജോൺ പാസ്റ്ററെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് രാജേഷ് എന്നാണ്. എൻ്റെ സ്വദേശം കേരളത്തിൽ ട്രിവാൻഡ്രം ജില്ലയിൽ കാട്ടാക്കട എന്ന പ്രദേശത്താണ് എൻ്റെ സ്വദേശം. എൻ്റെ അനുഭവം പറഞ്ഞാൽ, ഞാനൊരു പാരമ്പര്യ CSI കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾക്ക് 6 മക്കളിൽ ഏക ആൺതരിയായും 5ാമത്തവനായും ജനിച്ചു വളർത്തപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്നു. എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ, ജനന സമയത്ത് തന്നെ എൻ്റെ കണ്ണിന് കാഴ്ചക്കുറവുള്ളവനായിട്ടായിരുന്നു ഞാൻ ജനിച്ചത്. ദൂരെ കാഴ്ച കുറവ്, അടുത്ത് കാഴ്ചയുണ്ട്. എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ മാതാവ് അനേക ഹോസ്പിറ്റലുകളിലൊക്കെ കൊണ്ടുപോകുവാനായിട്ട് ഇടവന്നു, ട്രീറ്റ്മെൻറ്റിനായിട്ട്. എന്നാൽ ആ സമയത്തൊന്നും ഡോക്ടേഴ്സ് പറഞ്ഞു ജന്മനാൽ ഉള്ളത് കൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ കഴിയത്തില്ല, ഇത് മാറത്തില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ 6 മക്കളാണ്. എൻ്റെ മൂത്ത 4 ചേച്ചിമാര്, ഇളയ ഒരു അനിയത്തി. ഞാൻ ജനിക്കുന്നതിന് 1.5 മാസം മുമ്പ്, അതായത് എൻ്റെ മാതാവ് 8 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് എൻ്റെ പിതാവ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനുശേഷം ഒരു പപ്പായ കൂടെ ദൈവം എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. എന്നാൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ചെറുപ്പം മുതൽ CSI പശ്ചാത്തലമായിരുന്നത് കൊണ്ട് ദൈവവുമായിട്ട് ഒരു ബന്ധമോ ആ ഒരു നിലയിലൊന്നും മുന്നോട്ട് പോയില്ല. എല്ലാവരും ചെയ്തു വരുന്നത് പോലെ പതിവായിട്ട് സഭായോഗങ്ങൾക്ക് കടന്നു പോകും, വീട്ടിൽ വരും. അതല്ലാതെ ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ലായിരുന്നു. എൻ്റെ മാതാവ് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ ഓരോ പ്രായം കഴിയും തോറും ഇങ്ങനെ സ്കൂളിൽ ചേർക്കുന്ന സമയങ്ങളിലൊക്കെ കാഴ്ചയ്ക്ക് പ്രശ്നമായിരുന്നത് കൊണ്ട് ഒത്തിരി ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി. എന്നാൽ അവിടെയും പല ഡോക്ടേഴ്സും പറയാനായിട്ട് ഇടവന്നു, ജന്മനാൽ കണ്ണിന് പ്രശ്നമുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ
ഓരോ ക്ലാസ്സുകളായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങള് ഒത്തിരി സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉള്ള കുടുംബമല്ലായിരുന്നു. സാമ്പത്തികമായിട്ട് ഒത്തിരി പുറകിൽ നിൽക്കുന്നത് കൊണ്ട് അന്ന് ഞാൻ നിന്നിരുന്ന CSI പശ്ചാത്തലത്തിൽ അവിടെയുള്ള ഒരു സംഘടന ഉണ്ടായിരുന്നു. കമ്പാഷൻ എന്ന് പറയുന്ന ഒരു സംഘടന. ആ കമ്പാഷൻ സംഘടനയിൽ ചേർന്ന് പഠിക്കാനുള്ള ഒരു അവസരം കൂടെ എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ദിവസങ്ങളായിട്ട് വിദ്യാഭ്യാസം മുന്നോട്ട് പോയി. എൻ്റെ ബാല്യകാലം, അതായത് 8ാം ക്ലാസ് ഒക്കെ എത്തുന്ന സമയത്ത് എനിക്ക് ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. ഈ കൂട്ടുകാരോട് ചേർന്ന് എൻ്റെ വീട്ടിനടുത്തൊരു പെന്തക്കോസ് സഭ ഉണ്ടായിരുന്നു. ഈ പെന്തക്കോസ് സഭയിൽ കടന്നു വരുന്ന ദൈവമക്കളെ ഒക്കെ കളിയാക്കുകയും പരിശുദ്ധാത്മാവിനെ ചെറുപ്രായത്തിൽ തന്നെ കുറ്റം പറയുകയും ഒക്കെ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു എൻ്റേത്. കാരണം ഞാൻ ഓർപ്പിച്ചതുപോലെ CSIയിൽ മുന്നോട്ട് പോകും, ദൈവമായിട്ട് ഒരു ബന്ധവുമില്ല, ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയി. എന്നാൽ 9ാം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ 10ാം ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി. കാരണം 9ാം ക്ലാസ്സിന്റെ പഠനം അവസാനിക്കുന്ന സമയമായപ്പോൾ കമ്പാഷൻ എന്ന സംഘടനയിലുള്ള ഡയറക്ടർ എൻ്റെ മാതാവിനോട് വിളിച്ചു പറഞ്ഞു, 9ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത് കാട്ടാക്കട പ്ലാവൂരുള്ള സ്കൂളിലാണ് പഠിച്ചത്. ഇനി ആ സ്കൂളിൽ പഠിക്കാനായിട്ട് കഴിയത്തില്ല. 10ാം ക്ലാസ് ആകുമ്പോൾ കാട്ടാക്കട സ്കൂളിലേക്ക് പഠനത്തിന് കടന്നു വരണം, അല്ലെങ്കിൽ അവിടെ ചേർക്കണമെന്ന് എൻ്റെ മാതാവിനോട് പറഞ്ഞു. എന്നാൽ എൻ്റെ മാതാവ് ആ സാറിനോട് അദ്ദേഹത്തിന്റെ പേര് മോഹൻദാസ് എന്നായിരുന്നു. ആ സാറിനോട് ഇപ്രകാരം പറഞ്ഞു, ഇല്ല, എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ, അവനെ ഒറ്റയ്ക്ക് ബസ് കയറ്റി വിടാൻ പറ്റത്തില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യിപ്പിക്കാൻ കഴിയത്തില്ല, അതുകൊണ്ട് പറഞ്ഞ സ്കൂളിൽ എന്നെ ചേർക്കുകയില്ല എന്ന് എൻ്റെ മാതാവ് ആ സാറിനോട് പറഞ്ഞു. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവിന് തന്നെ മനസ്സിലായി, ആ സാറ് പറയുന്നത് കേട്ടില്ല എങ്കിൽ ഒരുപക്ഷെ എൻ്റെ പഠനം പകുതിയിൽ വഴി വെച്ച് നിർത്തേണ്ടതായിട്ട് വരും, കാരണം സാമ്പത്തിക ചുറ്റുപാടൊന്നും ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ എൻ്റെ മാതാവ് മനസ്സില്ലാ മനസ്സോടെ കാട്ടാക്കട സ്കൂളിലേക്ക് എന്നെ ചേർക്കുവാനായിട്ട് ഇടവന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം ഞാൻ സ്കൂളിലേക്ക് കടന്നുപോയി. എൻ്റെ പഴയ കൂട്ടുകാരൊക്കെ നഷ്ടപ്പെട്ടു, പഴയ സ്നേഹബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു. കാരണം എന്നോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് എൻ്റെ കാഴ്ചയുടെ പരിമിതി ഉള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും അവരെന്നോടൊപ്പം ഉണ്ടായിരുന്നു, സഹകരിക്കുമായിരുന്നു. എന്നാൽ പുതിയൊരു സ്കൂളിലേക്ക് കടന്നു പോയപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഒന്നും ഇല്ലാതെ വളരെ വിഷമിച്ച് ആ സ്കൂളിന്റെ ക്ലാസ് റൂമിൽ ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ് ടീച്ചർ എന്നെ മുന്നിലേക്ക് വിളിച്ചു. ഈ ക്ലാസ് ടീച്ചർ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഓർപ്പിച്ച മോഹൻദാസ് സാറിന്റെ ജ്യേഷ്ഠനായിരുന്നു. അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തിയിട്ട് ഇപ്രകാരം പറഞ്ഞു, രാജേഷിന് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തെ വളരെ കെയർ ചെയ്യണം, നോക്കണമെന്നൊക്കെ ഓർപ്പിച്ചു. മാത്രമല്ല, ഞാൻ ഇരുന്ന ഇടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സാർ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, മറ്റൊരു സ്ഥലത്ത് എന്നെ കൊണ്ടുവന്നിരുത്തി. എന്നെ കൊണ്ടുവരുന്ന സമയത്ത് രണ്ടുപേര് എന്നെ രണ്ട് സൈഡിലായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരുടെയും പേരുകൾ ഞാൻ ചോദിച്ചു. എൻ്റെ വലത് സൈഡിലിരുന്ന ആളോട് ഞാൻ പേര് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ശ്രീരഞ്ജ് എന്നാണ്. എൻ്റെ ഇടത് സൈഡിലിരുന്ന ആ കൂട്ടുകാരനോട് ഞാൻ പേര് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ പേര് ഗോഡ്സിംഗ് എന്നാണ്, ഞാൻ ഒരു പാസ്റ്ററുടെ മകനാണെന്ന് അദ്ദേഹം എന്നോട് പറയാനായിട്ട് ഇടവന്നു. അങ്ങനെ ഞാൻ ഈ പാസ്റ്ററുടെ മകനെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെയായി. കാരണം എൻ്റെ കൂട്ടുകാരോട് ചേർന്ന് പെന്തക്കോസുകാരെ കളിയാക്കി, അവരെ നിന്ദിച്ച് ആ ഒരു നിലയിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്ന ഞാൻ ഒരു ദൈവദാസന്റെ മകന്റെ അടുക്കൽ എനിക്ക് ഇരിപ്പിടം കിട്ടിയപ്പോൾ ഞാൻ വളരെയേറെ വിഷമിച്ചു, ദേഷ്യം വന്നു, വല്ലാത്ത ഒരവസ്ഥയിലോട്ട് ഞാൻ പോയി. എന്നാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എൻ്റെ നല്ലൊരു സ്നേഹിതനായി മാറി, നല്ലൊരു കൂട്ടുകാരനായി മാറി. ചില ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ദൈവവചനം പറയാൻ തുടങ്ങി. ദൈവവചനം പറയുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറയും, ഞാൻ ആരാധിക്കുന്നത് ദൈവത്തെയാണ്, ഞാൻ വിശ്വസിക്കുന്നത് ബൈബിളിനെയാണ്, ഞാൻ CSI പോകുന്നു, നീ പെന്തക്കോസ്റ്റ് ചർച്ചിൽ പോകുന്നു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. എന്നാൽ ഞാൻ CSIയിൽ ആയിരുന്ന സമയത്ത് പള്ളിയിലൊക്കെ പോകുമെങ്കിലും എനിക്ക് അടുത്ത കാഴ്ചയുണ്ടെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, അടുത്ത് വെച്ച് എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് കഴിയും. അങ്ങനെ പക്ഷേ CSIയിലായിരുന്ന സമയത്ത് ബൈബിൾ വായിക്കുകയോ ഒരു ദൈവമായിട്ട് ഒരു ബന്ധവും ഇല്ലാതിരുന്ന സ്ഥാനത്ത് ഇദ്ദേഹം എന്നോട് ദൈവവചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ
ഇദ്ദേഹം പറയുന്നത് ബൈബിളിനകത്തുണ്ടോ, അദ്ദേഹം പറയുന്നത് ശരിയാണോ എന്നറിയേണ്ടതിന് വേണ്ടി ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇദ്ദേഹം ഓരോ പ്രാവശ്യം ക്ലാസ്സിൽ വരുമ്പോൾ എനിക്ക് ഓരോ ട്രാക്റ്റുകൾ കൊണ്ടുവരും. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഈ ട്രാക്റ്റ് ഒക്കെ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ട്രാക്റ്റിൽ എഴുതിയിരിക്കുന്ന വാക്യങ്ങളുടെ റെഫറൻസ് അതിങ്ങനെ പരിശോധിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ കഥ വായിക്കുന്നത് പോലെ അത് എന്നാൽ കഴിയുന്ന പോലെ വായിച്ചു പോകുന്നു. എന്നാൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇതിനകത്തുള്ള ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ദൈവം തന്നെ ഇതിന്റെ പൊരുൾ തിരിച്ചു തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ഇടപെടാൻ തുടങ്ങി. വചന സത്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, CSIയിൽ പോയി കഴിഞ്ഞാൽ, ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാൽ ഒരുപക്ഷെ എനിക്ക് മറ്റുള്ള സാഹചര്യങ്ങൾ, ആനുകൂല്യങ്ങളൊക്കെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഭൗതിക സാഹചര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ വചനം അനുസരിച്ചാലേ കഴിയുള്ളൂ, വചനപ്രകാരം ജീവിച്ചാലേ കഴിയുള്ളൂ എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാകുവാനായിട്ടിട വന്നു. അങ്ങനെ ഞാൻ വചനം പഠിച്ചു, മനസ്സിലാക്കി. CSI പശ്ചാത്തലത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പെന്തക്കോസ്ത് ചർച്ചിൽ പോകാനായിട്ട് തുടങ്ങി. പെന്തക്കോസ്ത് ചർച്ചിൽ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഭവനത്തിനകത്തുനിന്ന് എതിർപ്പുകൾ വരാൻ തുടങ്ങി. എൻ്റെ മാതാവ് പറഞ്ഞു, ഒരു ഗോഡ്സിംഗ് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരനെ കിട്ടി, അതോടുകൂടെ അവൻ ആള് മാറി എന്നൊക്കെ പറയാൻ തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ ഞാൻ CSIയിലുള്ള പ്രയർ കഴിഞ്ഞിട്ട് വാക്യം ലഭിക്കുന്ന സമയങ്ങൾ ഞാൻ ആത്മീക സഭയിൽ കടന്നുപോയി ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. ഒത്തിരി ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ, ഒത്തിരി നിന്ദയുടെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു. എന്നാൽ 2002 കാലയളവിൽ ഞാൻ +1 വിദ്യാഭ്യാസത്തിനായിട്ട് ഞാൻ കടന്നുപോയി. 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഞാൻ കടന്നുപോയി. ഇതിനിടയിൽ ചർച്ചിൽ പോയി തുടങ്ങി. ഇങ്ങനെ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോൾ സ്നാനപ്പെടണമെന്നൊക്കെ ഉള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുകയായിരുന്നു. എന്നാൽ ഞാൻ അതിനൊന്നും ഞാൻ പിടികൊടുത്തില്ല. 2002 ഒക്ടോബർ മാസം 21, 22, 23 തീയതികളിൽ ട്രിവാൻഡ്രത്ത് മണ്ണന്തലയിൽ ഒരു മർത്തോമയുടെ ഒരു ക്യാമ്പ് സെന്റർ ഉണ്ട്. അവിടെ ചൈൽഡ് ഇവാഞ്ചലിക് ഫെഡറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മയുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ്. അങ്ങനെ ഞാൻ 3 ദിവസത്തെ ക്യാമ്പിന് കടന്നുപോയി. ആദ്യത്തെ 2 ദിവസം ക്രിസ്ത്യൻ ക്യാമ്പിനാണ് ഞാൻ കടന്നുപോയത്. വചനമൊക്കെ എൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊക്കെ ഉണ്ടെങ്കിലും അവിടെയുള്ള അവിടെ കിട്ടിയ കൂട്ടുകാരോട് ചേർന്ന് അട്ടഹാസവും ബഹളവും ഒക്കെ ആയി. ഇങ്ങനെ എന്താ പറയുന്ന, മീറ്റിങ്ങിനൊന്നും കുഴപ്പമില്ല. അത് കഴിഞ്ഞ് റൂമിൽ വരുമ്പോൾ ആ ഒരു നിലയിൽ ഞങ്ങൾ ഒരു ആഘോഷമാക്കി ആ ക്യാമ്പ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. 3ാമത്തെ ദിവസം അവസാനത്തെ സെക്ഷനിൽ ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് കേട്ട വചനം എൻ്റെ ഉള്ളത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് വചനം സംസാരിച്ച ആ ക്യാമ്പിന്റെ, പ്രത്യേകിച്ച് ആ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടർ ആയിരിക്കുന്ന തങ്കച്ചൻ എന്ന് പറയുന്ന ആ ദൈവദാസന്റെ വചനങ്ങൾ, തന്റെ അനുഭവങ്ങൾ ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ചു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ഈ കർത്താവിനെ ആർക്ക് വേണം? ഈ കർത്താവിന് വേണ്ടി നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ എന്നൊക്കെ താൻ ചോദിക്കാൻ ഇടവന്നു. അത് മാത്രമല്ല, കർത്താവിന്റെ വേല എത്ര പേര് ചെയ്യണമെന്നൊക്കെയുള്ള സമർപ്പിക്കേണ്ട കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനും ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുക മാത്രമല്ല, അന്ന് ഞാൻ എൻ്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ ഭവനത്തിലേക്ക് വന്നു. ചർച്ചിൽ കടന്നു പോകും. പിന്നെയും ഒരു 2 മാസം കഴിഞ്ഞ് ഡിസംബർ മാസം 27, അതായത് 2002 ഡിസംബർ മാസം 27 തീയതി ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ചർച്ച്, ഞാൻ പോകുന്ന സമയത്ത് ചെറിയൊരു ഷെഡായിരുന്നു. എന്നാൽ അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരുന്നു. ഈ ദിവസം, ഞാൻ പറഞ്ഞ ദിവസം ചർച്ചിന്റെ ഉദ്ഘാടനം, അന്ന് പകലിൽ അന്നത്തെ ചർച്ചകോടിന്റെ ഓവർസിയർ ആയിരിക്കുന്ന KC ജോൺ സാറ്
കടന്നു വന്ന് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എല്ലാവരോടൊപ്പം ഞാൻ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു. എൻ്റെ ചെറുപ്രായം. അപ്പോ അദ്ദേഹം മെസ്സേജ് കൊടുക്കുന്ന സമയത്ത് പലരും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്നു, അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഇതിനെ ഞാൻ ഒരു സമയത്ത് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന, അന്യഭാഷയില്ല, പരിശുദ്ധാത്മാവില്ല എന്ന് പറഞ്ഞ് കൂട്ടുകാരോട് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ്, ഇങ്ങനെ ഒരു ആത്മാവുണ്ടോ? ഇങ്ങനെ ഒരു ദൈവ സാന്നിധ്യമുണ്ടോ? ഉണ്ടെങ്കിൽ എനിക്കും ആ ദൈവ സാന്നിധ്യം വേണം, എനിക്കും ആ പരിശുദ്ധാത്മാവിനെ വേണമെന്ന് ഞാനും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരും ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, ഞാനും ദൈവത്തെ ആരാധിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ അപ്രതീക്ഷിതമായ ഒരു ദൈവശക്തി എൻ്റെ മേൽ വന്നു. എൻ്റെ ശരീരം ചെറിയ നിലയിൽ ഒന്ന് ചലിക്കാൻ തുടങ്ങി. ഞാൻ കരമടിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നെ കൺട്രോൾ ചെയ്യുന്ന ഞാനല്ല, മറ്റാരോ എന്നെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ എന്നെ ഫീൽ ചെയ്യുവാനായിട്ട് ഇടവന്നു. അങ്ങനെ ആ മീറ്റിംഗ്, പല സെക്ഷൻ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ഉടൻ തന്നെ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, അവിടുത്തെ ദൈവദാസനോട് പറഞ്ഞു, എൻ്റെ പപ്പ അവിടുത്തെ പാസ്റ്ററാണ്, അദ്ദേഹത്തോടും പറഞ്ഞു, ഞാൻ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. എന്നാൽ ഉടൻ തന്നെ അവരെന്നോട് പറഞ്ഞു, അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിന്റെ മേൽ വന്നതാ, നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് അധികമായ ദൈവശക്തി നിന്റെ മേൽ ദൈവം പകരുമെന്ന് ആ ദൈവദാസന്റെ മകനും എന്നോട് പറയാനിടവന്നു. അന്ന് രാത്രി കൺവെൻഷനാണ്. ഞാൻ അത്യാവശ്യം ആ സമയത്ത് നല്ലതുപോലെ പാട്ട് പാടുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു. അപ്പോ അവസരം കിട്ടുന്ന സമയങ്ങളിലൊക്കെ പാട്ട് പാടും. അപ്പോൾ ആ കൺവെൻഷൻ സ്റ്റേജിൽ പാട്ട് പാടാനൊക്കെ ഉള്ള അവസരം ദൈവം എനിക്ക് തന്നു. അതിനുശേഷം ദൈവദാസന്മാരോടൊപ്പം ഞാനും സ്റ്റേജിലിരുന്നു, ദൈവത്തെ സ്തുതിച്ചു. സാംകുട്ടി എന്ന് പറയുന്ന കർത്തൃദാസ ശക്തമായ ദൈവവചനം ശുശ്രൂഷിച്ചു. ശുശ്രൂഷയുടെ അവസാന സമയത്ത് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ ഞാനും ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഇങ്ങനെ ഒരു ആത്മാവിന്റെ ശക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അഭിഷേകമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് അധികമായ ദൈവശക്തി എൻ്റെ മേൽ പകരണം, ആത്മാവിന്റെ ബലം എൻ്റെ മേൽ പകരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി. ഞാൻ എത്രത്തോളം പരിശുദ്ധാത്മാവിനെ നിന്ദിച്ചുവോ, ഞാൻ എത്രത്തോളം പരിശുദ്ധാത്മാവില്ലെന്ന് പറഞ്ഞുവോ, അതിനപ്പുറമായൊരു ദൈവ സാന്നിധ്യം സ്വർഗത്തിലെ ദൈവം എൻ്റെ മേൽ പകരുവാൻ ഇടവന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടെ ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു. ഇതിനിടയിൽ ഞാൻ പല കൂട്ടുകാരോടും ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ശക്തിയുണ്ട്, അന്ന് നമ്മൾ കളിയാക്കിയത് അത് തെറ്റായി പോയെന്നൊക്കെ ആ സമയങ്ങളിലൊക്കെ അവരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നു, ഈ അഭിഷേകം എൻ്റെ മേൽ വന്നപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. എൻ്റെ വീട്ടിൽ കടന്നുപോയി അവരോടൊക്കെ ഞാനിത് പറഞ്ഞു. അങ്ങനെ പിന്നെയും തുടർന്നും ചർച്ചിലേക്ക് കടന്നു പോകാൻ തുടങ്ങി, ദൈവവചനം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ഉള്ളത്തിൽ ഒരു ആഗ്രഹം വന്നു, എനിക്ക് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കണം. എനിക്കൊരു സമയം വരെ എനിക്ക് സത്യവചനം അറിയത്തില്ലായിരുന്നു, വചനത്തിന്റെ ആഴം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആയിരുന്നിടത്ത് നല്ല നിലയിൽ എന്നോട് വചനം പറഞ്ഞു തന്നിട്ടില്ല, എന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു. ഞാൻ പഠിച്ച വചനം, ഞാൻ മനസ്സിലാക്കിയ ദൈവത്തെ സത്യസന്ധതയോടുകൂടെ സുവിശേഷം പ്രസംഗിക്കണം, സത്യവചനം സത്യമായിട്ട് പറയണം. അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി ദൈവവചനം പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് കടന്നു വന്നു. എന്നാൽ ഇതിനിടയിൽ പെന്തക്കോസ്ത് ചർച്ചിൽ പോകാൻ തുടങ്ങി. 2003 ഓഗസ്റ്റ് മാസം 4-ാം തീയതി സ്നാനപ്പെടാനുള്ള ഭാഗ്യം കർത്താവ് എനിക്ക് തന്നു. അങ്ങനെ സ്നാനപ്പെട്ട് കഴിഞ്ഞു. പൂർണ്ണമായി ഞാൻ ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നപ്പോൾ, ഇടയ്ക്ക് പെന്തക്കോസ്ത് ചർച്ചിൽ പോകുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ സ്ഥിരമായിട്ട് സ്നാനപ്പെട്ടതിന് ശേഷം സ്ഥിരമായി മീറ്റിങ്ങിന് പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ദേശത്തു നിന്നുള്ള എതിർപ്പുകൾ വന്നു, എൻ്റെ സഹോദരങ്ങളിൽ നിന്നുള്ള എതിർപ്പുകൾ വന്നു, എൻ്റെ മാതാപിതാക്കളിൽ നിന്നുള്ളതായ എതിർപ്പുകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ ഭവനത്തിൽ എനിക്ക് നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലോട്ടായി. കാരണം ഞാൻ സ്കൂളിലെ എൻ്റെ പഠിത്തം കഴിഞ്ഞ് വീട്ടിലോട്ട് വരുമ്പോൾ അമ്മ ആഹാരവും തരും, ഒത്തിരി നിന്ദിക്കും, ഒത്തിരി കളിയാക്കും, പെന്തക്കോസ്തുകാരനായി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി വേദനിപ്പിച്ചു. ഭവനത്തിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം. പുറത്തിറങ്ങുമ്പോൾ ഇത് തന്നെ അവസ്ഥ. ഇതിനിടയിൽ തന്നെ എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായപ്പോ എൻ്റെ
ദൈവദാസന്റെ ഭവനത്തിൽ, അതായത് എന്നെ വിശ്വാസത്തിലോട്ട് കൈപിടിച്ച് നടത്തിയ എൻ്റെ കൂട്ടുകാരന്റെ വീട്ടിലായി എൻ്റെ താമസം, എൻ്റെ ആഹാരം, എൻ്റെ എന്താ പറയുന്നത്, എൻ്റെ എല്ലാ കാര്യങ്ങളും അവർ നോക്കാൻ തുടങ്ങി. കാരണം വീട്ടിൽ എനിക്ക് അധികം നിൽക്കാനായിട്ട് കഴിയത്തില്ല. ഒത്തിരി ഒറ്റപ്പെടലിന്റെ അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഒത്തിരി വേദനയുടെ അവസ്ഥ കടന്നു. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാവിന് ഞാൻ ഒറ്റ ആൺമകനാ. അപ്പോ പഠിക്കുന്ന സമയത്ത് അവർ എനിക്ക് വേണ്ടുന്ന ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. ഞാൻ പറയുന്ന ആഹാരമൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നു. പക്ഷേ വിശ്വാസത്തിൽ വന്നപ്പോൾ അവർ എന്നെ എത്രത്തോളം സ്നേഹിച്ചെന്ന് പറഞ്ഞോ, എന്നെ എത്രത്തോളം കരുതിയെന്ന് പറഞ്ഞോ, അതെല്ലാം വിട്ടു. ആ വിഷയങ്ങളെല്ലാം വിട്ടു. വിശ്വാസത്തിൽ വന്നപ്പോ എത്രത്തോളം അവർക്ക് എന്നെ ഒറ്റപ്പെടുത്താൻ കഴിയുമോ, എത്രത്തോളം എന്നെ വേദനിപ്പിക്കാൻ കഴിയുമോ, ഞാൻ ആ നിലയിലുള്ള വേദനയിലേക്ക് കടന്നു. എന്നാൽ എൻ്റെ ദൈവദാസനും എൻ്റെ കൂട്ടുകാരൻ എന്നെ ചേർത്ത് പിടിച്ചു. ആ കുടുംബം എന്നെ ചേർത്ത് പിടിച്ചു. ആ സഭ എന്നെ ചേർത്ത് പിടിച്ചു. അങ്ങനെ +2 ഇങ്ങനെ മുന്നോട്ട് പോയി. സ്നാനപ്പെട്ട് ഒരു 3 മാസം കഴിഞ്ഞപ്പോ എൻ്റെ ഞാൻ ആരംഭത്തിലെ ഞാൻ ഓർപ്പിച്ചു, എനിക്ക് കാഴ്ച കുറവായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു. എൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് അങ്ങ് പെട്ടെന്നൊറ്റ നിമിഷം കൊണ്ട് അങ്ങ് മങ്ങിപ്പോയി. കാഴ്ച മങ്ങിപ്പോയി. അതല്ലെങ്കിൽ എനിക്ക് ചെറിയ കാഴ്ചയുള്ളത് കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യും, യാത്ര ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. പക്ഷേ കാഴ്ച മങ്ങിയ സമയത്ത് ഒരാളുടെ സഹായമില്ലാതെ എനിക്ക് നടക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് സൂര്യപ്രകാശമുള്ളിടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ കണ്ണ് ഇരുണ്ടുപോകും, വല്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. പിന്നെ എനിക്കൊന്നും കാണാൻ കഴിയത്തില്ല, വഴി കാണാൻ പറ്റത്തില്ല. പലയിടത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് നിൽക്കും. ഈ സ്നാനപ്പെട്ട് 3 മാസം കഴിയുമ്പോഴായി ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ കൂട്ടുകാർ അപ്സെറ്റ് ആയി പോയി. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചേഴ്സ് അപ്സെറ്റ് ആയി പോയി. പെട്ടെന്ന് എന്തുകൊണ്ടായി കാഴ്ച മങ്ങിയെന്നുള്ള ഒരു വിഷയം വന്നു. വീണ്ടും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പെട്ടെന്ന് എനിക്കൊരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് ഒരു പവർ ഗ്ലാസ് എനിക്ക് തന്നു. എന്നാൽ പവർ ഗ്ലാസ് വെച്ചിട്ടും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല, പഴയ അവസ്ഥയിലോട്ടൊന്നും വന്നില്ല. ഇതിനിടയിൽ വീട്ടിൽ വീണ്ടും പ്രശ്നമായി. എൻ്റെ മാതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പെന്തക്കോസിൽ പോയതോടുകൂടെ നിനക്ക് ഇച്ചിരിയെങ്കിലും കാഴ്ച ഉണ്ടായിരുന്നു, നിനക്ക് ഇച്ചിരിയെങ്കിലും കാണാമായിരുന്നു, ഇപ്പൊ എല്ലാം കൂടെ പോയല്ലോ എന്ന് പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി. പിന്നെയും ഞാന് ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് ഞാൻ പോയി. ഒരു ദിവസം ഞാൻ ആ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, സ്കൂളിലൊക്കെ പോകുന്നുണ്ട്, ഞാൻ പതുക്കെ രാവിലെ സൂര്യപ്രകാശം അടിക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ സ്കൂളിൽ പോകും. എന്നാൽ സ്കൂളിലോട്ട് നടന്നു പോകുന്ന സമയത്ത് വെയിലടിക്കും, കാഴ്ച മങ്ങും, പിന്നെ നടക്കാൻ പറ്റത്തില്ല, കൂട്ടുകാർ കൊണ്ടുപോകും. അങ്ങനെ വല്ലാത്തൊരു സ്റ്റേജിൽ പോകുമ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ ദൈവസന്നിധിയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, എനിക്ക് ദൈവവേല ചെയ്യണം. എനിക്ക് പൂർണ്ണമായിട്ടല്ലെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന കാഴ്ചയെങ്കിലും ദൈവം എനിക്ക് മടക്കി തരാനായിട്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ചുരുക്കി പറഞ്ഞാൽ വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു. ദൈവസന്നിധി വന്നപ്പോ ദൈവാത്മാവ് വീണ്ടും പഴയ സ്റ്റേജിലോട്ട് ദൈവം എന്നെ കൊണ്ടുവന്നു. ഇതിനിടയിൽ ഞാൻ ഗ്ലാസ് വെച്ചു. അപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, നീ ഈ പവർ ഗ്ലാസ് നീ മാറ്റിയാൽ നിന്റെ കണ്ണ് വീണ്ടും പഴയതുപോലെ പ്രകാശിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു രാത്രി ദൈവാത്മാവ് ഇടപെട്ടത് നിമിത്തം എൻ്റെ ആ ഗ്ലാസ് ഞാൻ മാറ്റി. ഗ്ലാസ് മാറ്റിയപ്പോൾ വീട്ടിൽ അതിനും പ്രശ്നമായി. ഒരല്പമെങ്കിലും ഗ്ലാസ് വെച്ചപ്പോൾ മാറ്റം ഉള്ളതായിട്ട് ഞങ്ങൾക്ക് തോന്നിയതാ. വീണ്ടും നീ അത് മാറ്റിയോ എന്ന് ചോദിച്ചു, പിന്നെയും വിഷയമായി. എന്നാൽ ഗ്ലാസ് മാറ്റിയതിന്റെ പിറ്റേ ദിവസം മുതൽ എൻ്റെ കണ്ണ് തെളിയാൻ തുടങ്ങി. പിന്നെയും ആ പഴയ സ്റ്റേജിലോട്ട് ക്രമേണ ദൈവം എന്നെ കൊണ്ടുവന്നു. അങ്ങനെ 2004 ഏപ്രിൽ മാസം, മാർച്ച് മാസം എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോ ഇതിനിടയിൽ തന്നെ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം, ദൈവവചനം പഠിക്കണം. അങ്ങനെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. ഏപ്രിലായി മെയ് മാസത്തിൽ റിസൾട്ട് വന്നു. ഇതിനിടയിൽ തന്നെ എൻ്റെ മാതാവിനോട്, സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഡിഗ്രിക്ക് തുടർന്ന് പോകുന്നില്ല പഠിക്കാനായിട്ട്, എനിക്ക് ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകണം, എനിക്ക് ദൈവവേല ചെയ്യണം. അതിനും വിഷയങ്ങൾ, വീട്ടിലൊരു സപ്പോർട്ടില്ല. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം 2004 ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് കടന്നുപോയി. ജൂൺ മാസത്തിൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ കടന്നുപോയി. ഇതിനിടയിൽ തന്നെ ബൈബിൾ കോളേജിന്റെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു.
ഇന്റർവ്യൂ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ദൈവദാസന്മാരൊക്കെ എന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് എങ്ങനെ ദൈവവചനം പഠിക്കും, എന്തുകൊണ്ടാ വന്നത്, അപ്പോൾ ഞാൻ എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ദൈവദാസൻ ഒറ്റപ്പിടിയിൽ നിന്നു, ഇല്ല, രാജേഷിനെ ദൈവവചനം പഠിപ്പിച്ചേ പറ്റത്തുള്ളൂ, ഒറ്റയ്ക്കാണ് താൻ വിശ്വാസത്തിലോട്ട് കടന്നു വന്നത്, തൻ്റെ ആഗ്രഹം ദൈവവചനം പഠിക്കണം, ദൈവവേല ചെയ്യണം. അങ്ങനെ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ എനിക്ക് ബൈബിൾ കോളേജിൽ അഡ്മിഷൻ തന്നു. അങ്ങനെ ജൂൺ മാസം മുതൽ എൻ്റെ പഠനം ആരംഭിച്ചു. ഈ സമയത്ത് തന്നെ ബൈബിൾ കോളേജിൽ പോകുന്നതിന്റെ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഞാൻ ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുക. കാരണം വേറൊന്നുമല്ല, എൻ്റെ ശാരീരിക പരിമിതി എനിക്കറിയാം, മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതാണെന്ന് എനിക്കറിയാം, അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ടതാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് ശക്തി പകരണം, കൃപ പകരണം. അത് മാത്രമല്ല, എൻ്റെ സ്നേഹിതൻ നല്ലതുപോലെ ദൈവവചനമൊക്കെ പ്രസംഗിക്കാൻ തനിക്കറിയാം, പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് എൻ്റെ അനുഭവ സാക്ഷ്യം മാത്രം എനിക്ക് പറയാൻ അറിയാം. അന്ന് വരെ ദൈവം ചെയ്ത കാര്യങ്ങൾ, വന്ന സാഹചര്യങ്ങളൊക്കെ പറയാൻ എനിക്കറിയാം. പക്ഷേ എൻ്റെ മറ്റൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ 2004 മെയ് മാസം 3-ാമത്തെ ആഴ്ചയിൽ പ്രവചന വരത്താൽ ദൈവാത്മാവ് എന്നെ നിറച്ചു. സഭായോഗത്തിന് തന്നെ അങ്ങനെ ഒരു കൃപയാൽ ദൈവം എന്നെ നിറച്ചു. ഞാൻ അന്ന് എൻ്റെ അറിവനുസരിച്ച് സങ്കീർത്തനം പ്രബോധിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എൻ്റെ ദൈവദാസനോടും അതുപോലെ ചില ദൈവമക്കളോടും ഒക്കെ കർത്താവ് എനിക്ക് തന്ന ആലോചനകൾ എൻ്റെ അറിവിനനുസരിച്ച് പറയാനുള്ള കൃപ ദൈവം എനിക്ക് തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവ് ആ നിലകളിൽ ദൈവം എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സാക്ഷി ഞാൻ കണ്ടിന്യൂ ചെയ്യട്ടെ. അങ്ങനെ ബൈബിൾ കോളേജിലേക്ക് കടന്നുപോയല്ലോ, അവിടെ പഠനം ആരംഭിച്ചു. അവിടെ ഈ സ്നേഹിതരൊക്കെ ഉണ്ടായി. എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ പഠിച്ച് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ ചില മാസങ്ങൾ കഴിഞ്ഞ് 2004 ഡിസംബർ മാസമായ സമയത്ത് എൻ്റെ മാതൃസഭയിൽ ഒരു സുവിശേഷ യോഗം ക്രമീകരിച്ചു. 3 ദിവസത്തെ സുവിശേഷ യോഗം. അങ്ങനെ ഒരു 5 ദിവസത്തെ ലീവ് എടുത്ത് ഞാനും എൻ്റെ സ്നേഹിതനുമായിട്ട് ബൈബിൾ കോളേജിൽ നിന്ന് വന്നു ആ കൺവെൻഷൻ അറ്റൻഡ് ചെയ്യാൻ. ആ കൺവെൻഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ആ സമയത്തെ മഞ്ഞൊക്കെ നിമിത്തം പനിയുടെ അസ്വസ്ഥത വന്നു. 2-3 ദിവസം കൂടെ ബൈബിൾ കോളേജിൽ പോകാനായിട്ട് കഴിഞ്ഞില്ല. അപ്പൊ നേരത്തെ അവിടെ നിന്ന് 5 ദിവസത്തെ പെർമിഷൻ എടുത്തിട്ടാ വന്നത്. എന്നാൽ തിരികെ ഒരു 8 ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങി ബൈബിൾ കോളേജിൽ പോകുന്നതായ സമയത്ത് അവിടുത്തെ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ദൈവദാസൻ എന്നോട് പറഞ്ഞു, 800 രൂപ ഫൈൻ അടച്ചിട്ട് ഇനി ബൈബിൾ കോളേജിൽ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതിനിടയിൽ അവിടെയുള്ള വാർഡൻ, അതുപോലെ ലൈബ്രറിയിലായിരിക്കുന്ന സാറ്, അവരും എന്നോട് പറഞ്ഞു, തുടർന്ന് പഠിക്കണമെങ്കിൽ 800 രൂപ 8 ദിവസത്തെ ഫൈൻ 100 രൂപ വെച്ച് 800 രൂപ അടയ്ക്കണമെന്ന് എന്നോട് ഓർപ്പിക്കാനായിട്ട് വന്നു. എന്നാൽ ഞാൻ ആ സാറിനോട് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്, എൻ്റെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നിമിത്തം എനിക്ക് ഇത്രയും പൈസ എനിക്ക് അടയ്ക്കാനായിട്ട് കഴിയത്തില്ല എന്ന് ഞാൻ ആ ദൈവദാസന്മാരോട് പറഞ്ഞു. എന്നാൽ എൻ്റെ കൂടെ പഠിച്ച ഒത്തിരി സഹോദരങ്ങൾ, എന്നോടൊപ്പം എൻ്റെ സീനിയറായിട്ട് പഠിക്കുന്നവർ, എന്നോടൊപ്പം പഠിക്കുന്നവർ, ഇവരെല്ലാവരും എന്നെ കളിയാക്കാനായിട്ട് തുടങ്ങി, പരിഹസിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഞാൻ പറഞ്ഞു, വീണ്ടും അവരെന്നോട് ചോദിച്ചു, ഫൈൻ അടയ്ക്കാമോ? ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ കയ്യിൽ അതിനുള്ള സാഹചര്യമില്ല. അപ്പൊ പറഞ്ഞു, ഇന്ന് വൈകുന്നേരമായി, നാളെ രാവിലെ ആകുമ്പോ പെട്ടിയെടുത്തോണ്ട് വീട്ടിൽ പോകാനായിട്ട് പറഞ്ഞു. അന്ന് രാത്രി അവിടെ ഒരു യൂത്ത് പ്രോഗ്രാം നടക്കുകയാണ്. ആ യൂത്ത് പ്രോഗ്രാം നടക്കുന്നതായ സമയത്ത് അവര് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുക, 1-ാം വർഷത്തിലും ഗ്രാജുവേഷൻ എന്ന് പറഞ്ഞ് അവര് കളിയാക്കി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ കൂടെ പഠിക്കുന്ന സഹോദരങ്ങളുണ്ട്, കാശുള്ളവരുണ്ട്, ദൈവദാസന്മാരുടെ മക്കളുണ്ട്, ഇവരെ ഒരു 8 പേര് വിചാരിച്ചാൽ ഒരുപക്ഷെ എൻ്റെ പഠനം പോകത്തില്ല. എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി. 1-2 പേര് എന്നോട് വന്നിട്ട് പറഞ്ഞു, ദൈവ വിളി ഇല്ലെങ്കിലുള്ള സ്ഥിതി ഇതാണ്, ദൈവ വിളി ഉണ്ടെങ്കിലേ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പറ്റത്തുള്ളൂ, പഠനം പൂർത്തീകരിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ പറയത്തില്ലേ, എരുതിയിൽ എണ്ണ കോരിയിടുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. ഇതിനിടയിൽ 2 സഹോദരങ്ങൾ
അവരെ ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, തോമസ് ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ, ഒരു രണ്ടുപേരും രണ്ട് സമയത്ത് എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, രാജേഷ് മോഹനെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉപയോഗിക്കും, ദൈവം നിന്നെ നടത്തും എന്നൊക്കെ പറഞ്ഞ് ഇത്രയും 40-40 പേരുണ്ടായിരുന്നതിൽ എന്നെ ആശ്വസിപ്പിക്കുവാൻ ഈ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. തീർന്നില്ല. പിന്നെയും 2-3 പേര് വന്നിട്ട് എന്നോട് ചോദിച്ചു, ബൈബിൾ കോളേജിൽ നിന്ന് പോവുക, ഇനി എന്താണ് പ്ലാന്, എന്റെ പദ്ധതി എന്താണ്? അപ്പൊ ഞാന് ഡിഗ്രിക്ക് ഇവിടെ പോകാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടിരിക്കുകയായിരുന്നു. കാരണം അതും ഇതും കൂടെ ഒന്ന് പഠിച്ചെടുക്കാമെന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷെ ബൈബിൾ കോളേജിലെ പഠനം ഒത്തിരി ഹാർഡായത് നിമിത്തം ആ വിഷയം അങ്ങ് വിട്ടിട്ടിരിക്കുക. അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞു, ഡിഗ്രിക്ക് വേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഞാൻ പൂർത്തിയാക്കും, ആ പഠനത്തിലോട്ട് ഞാൻ കടന്നു പോകുമെന്ന് ഞാൻ ഇവരോട് പറയാനായിട്ടിട വന്നു. പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, കുളിച്ചു, എൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. കാരണം രാവിലെ പെട്ടി എടുത്തോണ്ട് പൊയ്ക്കോളാനാ പറഞ്ഞേക്കുന്നത്. നേരെ ഞാൻ ഓഫീസ് റൂമിലോട്ട് കടന്നു വന്നു. എന്നാലും എൻ്റെ മനസ്സിനകത്തൊരു പ്രതീക്ഷയുണ്ട്, എല്ലാവരും ദൈവദാസന്മാരാണല്ലോ, എന്നെ അവർ കരുതുമായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും എനിക്ക് കൊടുക്കാനുള്ള ഫൈൻ അവർ സ്പോൺസർ ചെയ്യുമായിരിക്കാം. ഞാൻ വളരെ പ്രതീക്ഷയുടെ ഓഫീസിൽ കടന്നു വന്നു. അപ്പോ എന്നോട് അവിടുത്തെ സാർ ചോദിച്ചു, അവിടുത്തെ വാർഡൻ എന്നോട് ചോദിച്ചു, രാജേഷിന്റെ പ്ലാൻ എന്താണ്, പൈസ അടയ്ക്കുമോ? ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അനേക ദൈവമക്കൾ എന്നെ സഹായിച്ചുകൊണ്ടാണ് ഞാനിവിടെ പഠിക്കുന്നത്, ഇത്രത്തോളം പഠിക്കുന്നത് പലരുടെയും കൈത്താങ്ങലും കൊണ്ടാ, എനിക്ക് ഈ ഒരു വലിയൊരു എമൗണ്ട് എനിക്ക് തരാനായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞു, ഒരല്പം ഒന്ന് വെയിറ്റ് ചെയ്യേ. അപ്പോ എൻ്റെ മനസ്സിലൊരു പ്രതീക്ഷ വന്നു, ചിലപ്പോൾ എനിക്ക് പഠിക്കാൻ പറ്റുമായിരിക്കും. അവിടുത്തെ അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചു. അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, രാജേഷ് പോകാനായിട്ട് നിൽക്കുക, ഞങ്ങൾ എന്ത് പറയണം സാറെന്ന ദൈവദാസനോട് ഇവര് ചോദിക്കുക. അപ്പോ ഫോൺ ലൗഡ് സ്പീക്കറിൽ വെച്ചിട്ടുണ്ട്, അന്നത്തെ ലാൻഡ് ഫോണാണ്. അപ്പൊ എനിക്ക് കേൾക്കാം. അദ്ദേഹം പറഞ്ഞു, ഫൈൻ തരുമോ എന്ന് ചോദിക്കുക, 800 രൂപ. അപ്പോ സാറ് പറഞ്ഞു, ഇല്ല, അദ്ദേഹത്തിന് തരാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നതെന്ന് അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, പൈസ തരാൻ കഴിഞ്ഞില്ല എങ്കിൽ പറഞ്ഞു വിട്ടേക്കാൻ പറഞ്ഞു. അദ്ദേഹം ഫോൺ വെച്ചിട്ട്, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, സാർ ഇങ്ങനെയാണ് പറയുന്നേ, വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുക. കാശുള്ളവരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ പഠിച്ചവര്. ഇവരാരും പറഞ്ഞില്ല എന്നെ സഹായിക്കാമെന്നോ നീ നിൽക്കെന്നോ. ഒരാളും എനിക്ക് സപ്പോർട്ട് ചെയ്യാനില്ലായിരുന്നു. എനിക്ക് എന്നെ വേദനിപ്പിച്ച വിഷയമാണ്. എന്നെ ആരും എന്നെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് അദ്ദേഹത്തിന്റെ കാശ് തരാമെന്നൊന്നും പറയാൻ ആരുമില്ലായിരുന്നു. വളരെ വിഷമത്തോടുകൂടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു വന്നു പഞ്ചനാട് എക്സ്പ്രസ്സിൽ നാട്ടിലേക്ക് വരിക, ട്രിവാൻഡ്രത്തേക്ക് വരിക. ഇങ്ങനെ ട്രെയിനിലിരുന്ന് യാത്ര, സീറ്റ് ഉണ്ടെങ്കിൽ ഞാൻ കമ്പാർട്ട്മെന്റിനകത്ത് ഞാൻ ഇരിക്കുന്നില്ല. ഞാന് ടോയ്ലറ്റിന്റെ സൈഡിൽ വന്ന് വളരെ വിഷമത്തോടുകൂടെ ഇരിക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ, എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ പോയി. എൻ്റെ ആഗ്രഹം ഇതായിരുന്നു, അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുക, സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുക. പെന്തക്കോസ്തിനകത്ത് വന്നു, വചനം പഠിക്കാൻ തുടങ്ങി. ഒരു ഫൈനിന്റെ പേരിൽ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയല്ലോ. ഞാൻ ചിന്തിച്ചു, എന്റെ വീട്ടിൽ പോയി എൻ്റെ മാതാപിതാക്കളോട് എന്തു പറയും, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ എന്തു പറയും? വളരെയേറെ വ്യാകുലപ്പെട്ടു. ട്രെയിന് കരുനാഗപ്പള്ളി കഴിഞ്ഞു ശാസ്താംകോട്ട കഴിയുന്ന സമയത്ത് ഞാൻ ട്രെയിനിന്റെ ഡോറിന്റെ സൈഡിൽ ഞാൻ വന്നു നിന്നു. ഡോറിന്റെ സൈഡിൽ വന്നു നിന്ന്, നമുക്കറിയാം, രണ്ട് സൈഡിലും കൈപിടിയുണ്ട്, കൈ പിടിച്ചോണ്ട് നിൽക്കാനായിട്ട്. അവിടെ പിടിച്ചോണ്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുക. പെട്ടെന്ന് ശാസ്താംകോട്ട കായൽ, പെട്ടെന്ന് എൻ്റെ മൈൻഡ് അങ്ങ് മാറി. ഒറ്റ നിമിഷം കൊണ്ട് മൈൻഡ് മാറി.
എന്നെ സ്നേഹിക്കാനോ, എന്നെ കൂട്ടാനോ, എന്റെ ഇല്ലായ്മയിൽ എന്നെ സഹായിക്കാനോ, എന്നെ പഠിപ്പിക്കാനോ ഒരു മനുഷ്യനുമില്ല. ഇവിടെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ച് ഞാൻ ട്രെയിനിൽ നിന്ന് ചാടുവാൻ വേണ്ടി മുന്നോട്ടായുന്ന സമയത്ത് പെട്ടെന്ന് എന്നെ പുറകിലേക്ക് ആരോ വലിച്ചെറിയുന്ന ഒരു അനുഭവം എന്റെ ശരീരത്തിൽ ഫീൽ ചെയ്തു. ചുറ്റും നോക്കി ആരുമില്ല, എല്ലാവരും അകത്തിരിക്കുക. ഡോറിന്റെ അടുത്ത് അവിടെ ആരുമില്ല. എനിക്ക് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, ദൈവമാണ് എന്നെ വലിച്ചകത്തോട്ട് കയറ്റിയത്. വീണ്ടും ഞാന് പഴയ സ്ഥലത്ത് തന്നെ ടോയ്ലറ്റിന്റെ താഴെ വന്നിരുന്നു. ദൈവസന്നിധിയിൽ കരഞ്ഞു, ദൈവത്തോട് കരഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണം. അങ്ങനെ വലിയൊരു അനർത്ഥത്തിൽ നിന്ന്, ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോകേണ്ട സ്ഥാനത്ത് നിന്ന് കർത്താവ് എന്നെ കരം പിടിച്ചകത്ത് കയറ്റി എനിക്ക് ആയുസ്സിനെ ദൈവം നീട്ടിത്തന്നു. തിരികെ ഭവനത്തിലേക്ക് പോയി. ഭവനത്തിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ വർഷത്തെ ക്ലാസ് കഴിഞ്ഞു, ഇനി അടുത്ത വർഷമേ ഉള്ളൂ. പക്ഷെ അവർക്ക് പലർക്കും സംശയമായി. എല്ലാവരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു 5-6 മാസമേ ഉള്ളൂ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ്, കാരണം ജൂണിലാണല്ലോ പോയത്, ഡിസംബർ 6 മാസത്തെ ക്ലാസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞ് തടിത്തപ്പാൻ നോക്കി. അവിടെയും അവിടെയും എന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. ഇല്ല, അവൻ എന്തോ പ്രശ്നമുണ്ടാക്കിയിട്ട് തിരികെ വന്നതാന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി. പിന്നെയും പഴയ അവസ്ഥയിലോട്ട് പോയി. ഭവനത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ആ ദൈവദാസന്റെ കൂടെ തന്നോടൊപ്പം തന്റെ ബൈക്കിൽ യാത്ര ചെയ്ത് പോകും. തന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് ഒരു കൈത്താങ്ങലായിട്ടൊക്കെ നിന്നു. ഇതിനിടയിൽ തന്നെ ഞാൻ നാട്ടിൽ വന്നത് പലരും അറിഞ്ഞു. പല ദൈവദാസന്മാരും എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്തു. അവിടെയുള്ള അഡ്മിനിസ്ട്രേറ്ററെ വിളിച്ചു, ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ വിളിച്ചു. രാജേഷ് ബ്രദറിനെ തിരിച്ചെടുക്കണം, അഡ്മിഷൻ കൊടുക്കണം, എത്ര രൂപയാണോ അടയ്ക്കാനുള്ളത് അത് ഞങ്ങൾ അടച്ചേക്കാം എന്ന് അഡ്മിനിസ്ട്രേറ്ററോട് പറഞ്ഞു. എന്നാൽ അദ്ദേഹം അപ്പോഴും പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, രാജേഷിന് പഠിക്കാൻ പറ്റത്തില്ല, കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളത് കൊണ്ട് പഠിച്ചെടുക്കാൻ പാടാണ്, അതുകൊണ്ട് ഇനി അഡ്മിഷനിൽ അവിടെ തുടരാൻ പറ്റുകയില്ല എന്ന് കട്ടായം പറഞ്ഞു. അവിടെയും എന്നെ മാറ്റി നിർത്തിയത് കാഴ്ചയുടെ വിഷയത്തിന്റെ നടുവിൽ. ഭാരപ്പെട്ടു, തളർന്നുപോയി. പക്ഷെ ദൈവം എന്നെ നിർത്തി. വീണ്ടും പലരും ചോദിച്ചു, പോകുന്നില്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങും. മാർച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ സഭയിലെ ദൈവദാസൻ പല ബൈബിൾ കോളേജുകളിലും വിളിച്ചു, ഇങ്ങനെ ഒരു സഹോദരനുണ്ട് അഡ്മിഷന് വേണ്ടി. അപ്പൊ ഞാൻ എൻ്റെ പാസ്റ്ററോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഏത് ബൈബിൾ കോളേജിൽ പാസ്റ്റർ എൻ്റെ കാര്യം പറഞ്ഞാലും ആദ്യം പാസ്റ്റർ പറയണ എൻ്റെ കാഴ്ചയുടെ വിഷയം പറയണം. കാരണം ഇനി അങ്ങനെ ഒരു വിഷയത്തിൽ എനിക്ക് തളർന്നു പോകാൻ വയ്യ. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രധാനമായിട്ട് പറയണമെന്ന് പറഞ്ഞു. പലയിടത്തും വിളിച്ചു. ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് ഞാൻ ആദ്യം പഠിച്ചത്. അപ്പോ ഞാൻ പാസ്റ്ററോട് പറഞ്ഞൊരു കാര്യം, എനിക്ക് ഇംഗ്ലീഷ് തന്നെ പഠിക്കണമെന്നില്ല, എനിക്ക് മലയാളം മീഡിയം പഠിച്ചാൽ മതി, എനിക്ക് ദൈവവചനം പ്രസംഗിച്ചാൽ മതി. അങ്ങനെ ആ ദേവദാസൻ പലയിടത്തും നോക്കി, ഒരിടത്തും അഡ്മിഷൻ ആകുന്നില്ല. കാരണം കാഴ്ചയുടെ വിഷയം പറയുമ്പോൾ എല്ലാവരും കൈമലർത്തി മാറി നിൽക്കും. പക്ഷേ സംഭവിച്ച കാര്യം എന്ന് പറയുന്നത്, വീണ്ടും ഇങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ മനസ്സിലൊരു പ്ലാൻ ഇങ്ങനെ ചെയ്തു. ജൂൺ മാസം വരെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ കഴിയത്തുള്ളൂ. എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ജൂൺ മാസത്തിൽ ഞാൻ ബൈബിൾ കോളേജിൽ കടന്നു. ഒരു അഡ്മിഷനും ആയിട്ടില്ല. എൻ്റെ മനസ്സിൽ ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു. എൻ്റെ 2 പെങ്ങന്മാര് ആ സമയത്ത് കർണാടകത്തിൽ താമസിക്കുക. കർണാടകത്തിൽ എവിടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു മനുഷ്യരോട് ഈ കാര്യം പറയുന്നില്ല. എൻ്റെ മനസ്സിലെ ലക്ഷ്യം ഇതായിരുന്നു, ഒരു ബൈബിൾ കോളേജിലും എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ കേരളത്തിൽ നിന്ന് നാട് വിടുക. പെങ്ങന്മാര് കർണാടകത്തിലുണ്ട്, അവിടെ എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ജീവിക്കുകയോ മരിക്കുകയോ, പക്ഷേ കേരളം വിടണമെന്നുള്ള ചിന്ത എന്നെ ഭരിച്ചു. ഒരു കുഞ്ഞുങ്ങളോട് ഞാനിത് പറഞ്ഞില്ല. അങ്ങനെ ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം എൻ്റെ സഭയിലെ ദൈവദാസൻ ഒരു മീറ്റിങ്ങിനായിട്ട് കടന്നുപോയ സമയത്ത്, മീറ്റിംഗ് കഴിഞ്ഞ് താൻ ഇരിക്കുമ്പോ ഒരു മാസിക, ഹല്ലേലൂയ പോലൊരു മാസിക തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. പെട്ടെന്ന്
ഒരു ബൈബിൾ കോളേജിന്റെ പേരും ഫോൺ നമ്പരും ഒക്കെ തന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം ആ ബൈബിൾ കോളേജിന്റെ പേരും ഫോൺ നമ്പരും, സാറിന്റെ ഫോൺ നമ്പരും ഒക്കെ എഴുതിയെടുത്ത് വീട്ടിലേക്ക് വന്നിട്ട് അദ്ദേഹം അവിടെയുള്ള ദൈവദാസൻ MBW എന്ന് പറഞ്ഞിട്ടൊരു ബൈബിൾ കോളേജ് മാവേലിക്കര കുറത്തികാട്, അവിടുത്തെ ഡയറക്ടറിൽ നിന്ന് നിത്യതയിൽ ചേർക്കപ്പെട്ട് ടൈറ്റസ് നൈനാൻ എന്ന് പറഞ്ഞ ദൈവദാസൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് പ്രകാരം ചോദിച്ചു, സാറേ ക്ലാസ്സുകൾ തുടങ്ങിയല്ലോ, അഡ്മിഷൻ എന്തെങ്കിലും ബാക്കിയുണ്ടോ, ഒഴിവുണ്ടോ എന്ന് ആ സാറിനോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഒരു 4 ഒഴിവുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞങ്ങളുടെ ചർച്ചിൽ ഒരു സഹോദരനുണ്ട്, പഠിക്കാൻ വളരെ ആഗ്രഹത്തോടു കൂടെ നിൽക്കുക. അപ്പൊ പറഞ്ഞു ധൈര്യമായിട്ട് അദ്ദേഹത്തെ വിട്ടോളാൻ പറഞ്ഞു. ഉടൻ തന്നെ സാർ എന്നെ, പാസ്റ്റർ ഈ കാര്യം എന്നെ അറിയിച്ചു. ഞാൻ പാസ്റ്റർ അടുത്ത് പോയുടനെ പാസ്റ്റർ എന്നോട് പറഞ്ഞു കാഴ്ചയുടെ പ്രശ്നമൊന്നും നീ പറയരുത്. എന്നാ ഞാൻ പറഞ്ഞു ഇല്ല, എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായതാണ്, ഒരിടത്ത് ഞാൻ ഈ വിഷയത്തിൽ അപമാനിക്കപ്പെട്ടതാണ്, അതുകൊണ്ട് എൻ്റെ എല്ലാ കാര്യവും പറഞ്ഞിട്ട് എനിക്ക് അഡ്മിഷൻ തരികയാണെങ്കിൽ തന്നാ മതി എന്ന് ഞാൻ ദൈവദാസനോട് പറഞ്ഞു. ഉടൻ തന്നെ ഫോൺ ചെയ്തു ടൈറ്റസ് സാറിനോട് പറഞ്ഞു ഞാൻ ഇന്നയാളാണ്, ഇന്നലെ എൻ്റെ പാസ്റ്റർ വിളിച്ചിരുന്നു, അതിനെന്താ രാജേഷെ പഠിക്കാൻ പോര്, 4 പേര് വേണമായിരുന്നു, അതിൽ ആദ്യത്തെ ആളാണ്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൽ ആദ്യത്തെ ആളാണ് രാജേഷ് എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിച്ചതാണ് 1 വർഷം, എന്നാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസം എനിക്കുണ്ടായി, എന്നെ അവർ പറഞ്ഞു വിട്ടു, എനിക്ക് കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ട്. അപ്പൊ സാർ എന്നോട് പറഞ്ഞൊരു മറുപടി ഇതാണ്, അതൊന്നും കുഴപ്പമില്ല, താൻ ബൈബിൾ കോളേജിൽ പോരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം എൻ്റെ ആ ദൈവദാസൻ എന്നെ ബൈബിൾ കോളേജിലേക്ക് കൊണ്ടാക്കി. സാറ് എന്നെ വളരെ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഞാൻ സാറിനോട് ഇങ്ങനെയാ പറഞ്ഞ, ചെന്നുടനെ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഞാൻ ഇംഗ്ലീഷ് മീഡിയമാണ് ഞാൻ അവിടെ പഠിച്ചത്, എനിക്ക് ഇംഗ്ലീഷ് മീഡിയം തന്നെ പഠിക്കണമെന്നില്ല, എനിക്ക് 2 വർഷത്തെ ഡിപ്ലോമയുടെ മലയാളം കോഴ്സ് പഠിച്ചാൽ മതി എന്ന് ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പൊ സാർ പറഞ്ഞു ഇല്ല, അത് ഇംഗ്ലീഷ് മീഡിയം തന്നെ കണ്ടിന്യൂ ചെയ്തോ, അവിടെ 2ാമത്തെ സെമസ്റ്റർ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലല്ലോ, അതുകൊണ്ട് 1 സെമസ്റ്റർ പൂർത്തിയാക്കിയല്ലോ, അപ്പോൾ 5 സെമസ്റ്റർ കൂടെ രാജേഷ് ഇവിടെ പഠിച്ചാൽ മതി, BTHന്റെ ATA സർട്ടിഫിക്കറ്റ് എനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ ലഭിച്ചു, അവിടെ പഠിക്കാനായിട്ട് തുടങ്ങി, അവിടെയുള്ള പഠനം ആരംഭിച്ചു. എല്ലാവരും സാറ് എൻ്റെ കൂടെ നിന്നു എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ബൈബിൾ കോളേജിൽ പോയി ആദ്യത്തെ ആഴ്ച എല്ലാ സഹോദരങ്ങളും പലരും പലയിടത്ത് പോകുന്നു, ഞാൻ പുതിയ ആള്. എൻ്റെ സാറിന് ചർച്ച ഉണ്ടായിരുന്നു, സാറിന്റെ ഒരു ചർച്ചിലേക്ക് എന്നെ കൊണ്ട്, സാറിന് 2 ചർച്ച ഉണ്ട്. അപ്പോ ഒരു ചർച്ചിലോട്ട് ഞാനും കുറച്ച് സ്നേഹിതരെ അവിടെ വിട്ടു, സാറ് ആന്റിയൊക്കെ മറ്റൊരു ചർച്ചിൽ പോയി. ഞാൻ അവിടെ പോയി എനിക്ക് അനുഭവ സാക്ഷ്യം പറയാനായിട്ടുള്ള അവസരം എനിക്ക് തന്നു ഞങ്ങളുടെ സഹോദരങ്ങൾ. അനുഭവ സാക്ഷ്യം പറയുന്ന സമയത്ത് എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞു. ആ സമയത്ത് തന്നെ ദൈവാത്മാവ് ആ ചർച്ചിലുള്ള 2-3 പേരെ കുറിച്ചുള്ള ദൂത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു സജി PP എന്ന് പറഞ്ഞിട്ട് ഒരച്ചായന്, അദ്ദേഹം ദൈവ ഹിതമല്ലാതെ അല്ലെങ്കിൽ ദൈവ വഴി വിട്ട് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, ആ സഹോദരനോട് ശക്തമായൊരു ദൂത് ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ ആ ദൂത് അദ്ദേഹത്തോട് പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുള്ളത്, ഇന്ന് അദ്ദേഹം ശുശ്രൂഷാമുഖത്ത് നിൽക്കുക. ആ ഒരു ദൂത് ഒത്തിരി അത് ചലഞ്ചായി, അതെന്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയി മാറി. കോളേജിൽ വന്ന ഉടനെ നമ്മുടെ സഹോദരന്മാര് എൻ്റെ സാറ് ചോദിച്ചു, രാജേഷ് സാക്ഷിയൊക്കെ പറഞ്ഞോടോ എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സാറിനോട് പറഞ്ഞു. സാർ വളരെ എന്നെ സ്നേഹിച്ചു. ചുരുക്കി പറഞ്ഞാൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ സാറ് തന്നെ എന്നെ പല ചർച്ചകളിലും വിടാനായിട്ട് തുടങ്ങി. സാറ് മിക്കവാറും ഞായറാഴ്ചകളിൽ ഞാൻ സാറിന്റെ അടുക്കലേക്ക് വരും, സാറിന്റെ ചർച്ചിൽ പോകണമെന്നുള്ള ചിന്തയോടുകൂടെ. അപ്പൊ സാർ എന്നോട് ഇങ്ങനെ ചോദിക്കടോ, തനിക്ക് മക്കതോന്യ വിളി എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഞാൻ പറയും ഇല്ല. അപ്പൊ സാർ ഉടൻ തന്നെ ഒരു ഫോൺ നമ്പർ എനിക്ക് തരും, എന്നിട്ട് വഴിയൊക്കെ പറഞ്ഞു തരും, ഇന്ന ബസ് കയറി ഇന്നടുത്ത് ഇറങ്ങണം, അങ്ങനെ ഞാൻ കടന്നു പോകും. ആ കാലത്ത് കോയിൻ ബോക്സ് ഒക്കെ ഉള്ള സമയമാ. അവിടെ ചെന്ന് നിന്നിട്ട് കോയിൻ ബോക്സിന് അടുത്ത് കാഴ്ചയുണ്ടല്ലോ, പതുക്കെ കോയിൻ ബോക്സ് നമ്പരൊക്കെ ഞെക്കി ഞാൻ അവരെ വിളിക്കും, അവർ വന്ന് എന്നെ പിക്ക് ചെയ്യും.
ആ ചർച്ചിൽ പോകുമ്പോൾ അവിടെയുള്ള പാസ്റ്റർ പറയും, ടൈറ്റസ് സാർ ഞങ്ങളെ വിളിച്ചു പറഞ്ഞിരുന്നു. ആ നിലകളിൽ വലിയൊരു ശുശ്രൂഷപരമായിട്ടുള്ള ഒരു സപ്പോർട്ടും കൈത്താങ്ങലും ദൈവം എനിക്ക് തന്നു. ആദ്യ പോയ സ്ഥാപനത്തിൽ ഞാൻ എത്രത്തോളം തള്ളപ്പെട്ടു പോയോ, എത്രത്തോളം എന്താ പറയുന്ന വേദനിച്ചോ, പക്ഷെ ഈ സ്ഥാപനത്തിൽ വന്നപ്പോ എല്ലാവരും എന്നെ കരുതാൻ തുടങ്ങി, എല്ലാവരും എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ 2005 ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആയ സമയത്ത് വടക്കേ ഇന്ത്യയിൽ കടന്നു വന്ന് പഠിക്കുന്ന ഒരു മലയാളിയായ ഒരു ദൈവദാസൻ, ആ ദൈവദാസൻ ഒരു ദിവസം എന്നോട് ചോദിച്ചു, രാജേഷേ നീ എന്നോടൊപ്പം വരുന്നോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അച്ചായൻ എന്തിനാ എന്നെ വിളിക്കുന്നത്? എനിക്ക് ഒന്നാമത് കാഴ്ച കുറവാ, എന്നെക്കാളും പ്രസംഗിക്കുന്ന, എന്നെക്കാളും കഴിവുള്ള ഒത്തിരി സഹോദരങ്ങളുണ്ട് ഇവിടെ, അവരെ ആരെങ്കിലും കൊണ്ട്. അപ്പൊ ഒറ്റ വാക്കിൽ താൻ കട്ടായം പറഞ്ഞു, ഇല്ല, ഞാൻ രാജേഷിനെ പോകത്തുള്ളൂ. എന്നോട് ദൈവാത്മാവ് അങ്ങനെ ഇടപെടുകയാണെന്ന് ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു. അങ്ങനെ 2006 ഫെബ്രുവരി മാസത്തിൽ ആ ദൈവദാസനോടൊപ്പം ആദ്യമായിട്ട് ഗുജറാത്തിൽ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഏകദേശം 17ഓളം സ്റ്റേറ്റുകളിൽ കടന്നുപോയി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനുള്ള ഭാഗ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി. കാഴ്ചയുടെ പരിമിതി ഉണ്ടെങ്കിലും ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ യാത്രകളൊക്കെ. അങ്ങനെ 2006 ആ ദൈവദാസനോടൊപ്പം ഗുജറാത്തിലേക്ക് കടന്നു വന്നു. ശുശ്രൂഷിക്കാനൊക്കെയുള്ള ഭാഗ്യം ദൈവം തന്നു. പിന്നെയും എൻ്റെ പഠനം തുടർന്നു. 2007 അപ്പോ ആ ബൈബിൾ കോളേജിൽ പോയിട്ട് 2 വർഷമായി. ഇതിനിടയിൽ തന്നെ ഒരു കാര്യം കൂടെ നടന്നത്. 2006 ഗ്രാജുവേഷന്റെ സമയമായപ്പോ എൻ്റെ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചടോ, താൻ ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ടോ? ഗ്രാജുവേറ്റ് ചെയ്യുകയാണെങ്കിൽ BTHന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ തരാം. കാരണം താൻ അത്രത്തോളം ദൈവനാമത്തിന് വേണ്ടി തീഷ്ണതയോടുകൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ സാറിനോട് പറഞ്ഞു, ഇല്ല സാറേ, അങ്ങനെ എനിക്ക് വേണ്ട, സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അദ്ദേഹം എന്നോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോ ഞാൻ പറഞ്ഞു, ഇല്ല സാറേ, ഞാൻ എൻ്റെ പഠനം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നാൽ മതി. ഞാനിത് പറയാൻ കാര്യം, ഒരു സ്ഥാനത്ത് അപമാനിക്കപ്പെട്ടു പോയപ്പോൾ മറ്റൊരു സ്ഥാനത്ത് ദൈവം എന്നെ കരുതിയ വിധങ്ങൾ ഓർത്താൻ ഞാൻ ഈ കാര്യം ഓർപ്പിക്കുന്നത് നിങ്ങളെ. അപ്പോ അങ്ങനെ 2007 ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള ഭാഗ്യം. 2.5 വർഷം പഠിക്കണമെന്ന സ്ഥാനത്ത് 2 വർഷം പഠിച്ചപ്പോ അവിടുത്തെ 1 വർഷം കൂടെ ആയി, 3 വർഷം കൊണ്ട് BTH പൂർത്തീകരിച്ച് ഗ്രാജുവേറ്റ് ചെയ്യാനുള്ള കൃപ ദൈവം തന്നു. ഇതിനിടയിൽ പലയിടങ്ങളിലും കടന്നുപോയി കർത്താവിന്റെ നാമത്തെ ഉയർത്താനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. ഇടയ്ക്കൊക്കെ വീട്ടിൽ കടന്നു പോകും. അത് മാത്രമല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ ഒത്തിരി പേര് അവരുടെ വീടുകളിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് പോകും, അവർക്ക് വേണ്ടി ഉപവസിക്കാനൊക്കെ എന്ന് പറഞ്ഞ ആ നിലകളിൽ ആർക്കും വേണ്ടാതിരുന്ന എന്നെ എല്ലാവരും സ്നേഹിക്കാനും കരുതാനും തുടങ്ങി. അത്രത്തോളം ദൈവം എന്നെ മാനിക്കുവാനായിട്ട് ഇടവന്നു. അങ്ങനെ 2007 എൻ്റെ പഠനം പൂർത്തീകരിച്ചു. പിന്നെയും വടക്കേ ഇന്ത്യയിൽ ചില നാളുകൾ മിനിസ്ട്രിയോടൊക്കെ ഉള്ള ബന്ധത്തിൽ പലയിടങ്ങളിലൊക്കെ കടന്നു പോകാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. 2007 അവസാന സമയമായപ്പോ സഭാ ശുശ്രൂഷ എടുക്കണമെന്നുള്ള ഒരു താല്പര്യം എൻ്റെ ഉള്ളത്തിൽ വന്നു. ദൈവവേല ആ നിലകളിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ 2008 ജനുവരി മാസം 14-ാം തീയതി എൻ്റെ വിവാഹം കഴിയുവാനായിട്ട് വന്നു. എൻ്റെ വൈഫിൻ്റെ പേര് റീനാമോൾ എന്നാണ്. ദൈവം 2 ആൺകുഞ്ഞുങ്ങളെ ദൈവം ഞങ്ങൾക്ക് തന്നു. മൂത്ത മകൻ അലൻ, അവൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ മകൻ യെബിൻ, അവൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. എൻ്റെ താല്പര്യം വടക്കേ ഇന്ത്യയിൽ തന്നെ പോകണമെന്നായിരുന്നു. എന്നാൽ 2008 ജൂൺ മാസത്തിൽ ചർച്ച് ഓഫ് ഗോഡിന്റെ തന്നെ ഒരു പുതിയൊരു പ്രവർത്തനം, പൂവാർ എന്ന് പറയുന്ന തീരദേശത്ത് ഒരു പുതിയ പ്രവർത്തനം ചെയ്യാനുള്ള ഒരവസരം കർത്താവ് തന്നു. ഇതിനിടയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള 1-2 അനുഭവങ്ങൾ കൂടെ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞു പോകാം. ഞാൻ പറഞ്ഞല്ലോ, പലരും സഹായിച്ചാൽ ഞാൻ പഠിച്ചത്. പലപ്പോഴും ഞാൻ നാട്ടിലേക്ക് കടന്നു പോകും. ട്രിവാൻഡ്രത്തേക്ക് വരുന്ന സമയത്ത് എനിക്ക്
പൈസ ഒന്നും കാണത്തില്ല. ട്രെയിനിൽ യാത്ര ചെയ്യാൻ എനിക്ക് കാഴ്ചയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് പാസ് ഉണ്ട്, അപ്പോൾ പൈസ കുറച്ച് കൊടുത്താൽ മതി. അങ്ങനെ നാട്ടിലേക്ക് വരും. വെള്ളം മേടിച്ച് കുടിക്കാൻ പോലും പൈസ ഉണ്ടാകത്തില്ല. ആ സമയങ്ങളിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഒരു ദിവസം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് ട്രിവാൻഡ്രത്ത് വരിക, ചൂട് സമയം. ഐലൻഡ് എക്സ്പ്രസ്സിലാണ് ഞാൻ കൂടുതൽ യാത്ര ചെയ്യുന്നത്. അപ്പോ അന്ന് 11:30 മണിക്ക് ആ ട്രെയിന് തിരുവല്ല 12 മണിയാകുമ്പോൾ മാവേലിക്കര വരും. ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാനുള്ള സമയം. ഞാൻ ഒരിക്കൽ ട്രെയിനിൽ കയറി. വെള്ളം മേടിക്കാനുള്ള പൈസ ഇല്ല. എൻ്റെ കയ്യിൽ ഒരു 100-150 രൂപയുണ്ട്. വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും കൊടുക്കണം, എനിക്ക് തിരിച്ചു വരണം. അങ്ങനെ ഭയങ്കരമായ വെള്ളദാഹം, ആരോടും ചോദിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഉടൻ തന്നെ എൻ്റെ ബാഗ് സീറ്റിൽ വെച്ചിട്ട് ബാത്റൂമിനകത്ത് കയറി. നിങ്ങൾക്കൊക്കെ അറിയാം ട്രെയിനിന്റെ ടോയ്ലറ്റിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് ലോക്കൽ കമ്പാർട്ട്മെന്റിന്റെ. ഞാൻ അതിനകത്ത് കയറി. അതിനകത്തെ വാഷ് ബേസിൽ നിന്ന് പല പ്രാവശ്യം ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. കാരണം വെള്ളം മേടിച്ചു കുടിക്കാനുള്ള പൈസ ഇല്ലാത്തത് കൊണ്ട് പല പ്രാവശ്യം കുടിച്ച് സങ്കടപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ ആ അവസ്ഥയ്ക്കൊക്കെ അധികം വ്യത്യാസം തന്നു. അങ്ങനെ പോയ സന്ദർഭങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. 2008 പൂവാർ ശുശ്രൂഷ ഏറ്റെടുത്തു. അന്ന് ഞാൻ പോകുമ്പോൾ ഒരു കുടുംബം സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുങ്ങുന്ന സമയം. എന്നാൽ എൻ്റെ ജീവിത പങ്കാളി വിവാഹം കഴിഞ്ഞ സമയം മുതൽ എല്ലാ സാഹചര്യത്തിലും എന്നോടൊപ്പം ഉണ്ടാകും. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. പലപ്പോഴും ഉച്ചയ്ക്ക് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ആഹാരം കഴിക്കാൻ പൈസ കാണത്തില്ല. ബസ് സ്റ്റാൻഡിലെ പൈപ്പിൽ വന്ന് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നത് ഡയറക്റ്റ് കുടിക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നം. ഞാൻ നേരെ പൈപ്പ് തുറന്നു വെച്ചിട്ട് കയ്യിൽ വെള്ളം പിടിച്ചിട്ട് വാ തുറന്നിട്ട് വായ്ക്കകത്തോട്ട് ഈ വെള്ളം അങ്ങ് ഒഴിക്കും. കാരണം ദാഹം മാറുമ്പോൾ അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ മുഖത്ത് വെള്ളം കോരി അടിക്കുന്നു. പക്ഷെ വാ തുറന്ന്, ഇത് വേറെ ആരും കാണത്തില്ല, വാ തുറന്നിട്ടാ വെള്ളം കോരി അടിക്കുന്നു. ആ അവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോയി. അത് മാത്രമല്ല, ഞാൻ വൈഫുമായിട്ടുള്ള ശുശ്രൂഷയുടെ പ്രാരംഭ സമയങ്ങളിൽ ബസ് യാത്ര ചെയ്ത് പോകാൻ പൈസ ഉണ്ടാകത്തില്ല. പലപ്പോഴും ഞങ്ങൾ 4-5 കിലോമീറ്റർ, അതിനധികം ഒന്നും നടന്നിട്ടില്ല, 4-5 കിലോമീറ്റർ ഒക്കെ ഞാനും എൻ്റെ വൈഫുമായിട്ട് നടക്കും ഇങ്ങനെ കൈക്ക് പിടിച്ച്. അപ്പോ പലപ്പോഴും പലരും കൈയോടെ പിടിക്കും. ഞങ്ങൾക്ക് പറയാനൊക്കത്തില്ല, ബസ്സിന് കാശില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ നടന്നു പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ പറയും എൻ്റെ ഒരു സ്നേഹിതൻ ഇവിടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ കണ്ടിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ, ഇനി എപ്പുറം വരെയല്ലേ ഉള്ളൂ, പതുക്കെ നടന്നു പോകാമെന്ന് പറയും. അങ്ങനെ പല സന്ദർഭങ്ങൾ നടന്ന് യാത്ര ചെയ്തതായ അവസ്ഥകൾ ജീവിതത്തിലുണ്ട്. അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. തീർന്നില്ല. അങ്ങനെ പൂവാർ എന്ന് പറയുന്ന ദേശത്ത് 6 വർഷക്കാലം ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൃപ തന്നു. ഒത്തിരി പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായി, ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. എന്നാൽ അതിൻ്റെ നടുവിലൊക്കെ ദൈവം ഞങ്ങളെ നിർത്തി. അത് മാത്രമല്ല, തുടർന്ന് 2008 മുതൽ 2014 വരെ അവിടെ 6 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം 2014 മുതൽ 2019 വരെ പേരൂർക്കട ആയൂർക്കോണം എന്ന ചർച്ചിൽ ശുശ്രൂഷാമുഖത്തായിരിക്കാൻ കർത്താവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി. തീർന്നില്ല. അതിനുശേഷം 2019 മുതൽ 2024 വരെ നെടുമങ്ങാടിനടുത്തുള്ള കുരിയാത്തി എന്ന സ്ഥലത്ത് ശുശ്രൂഷാമുഖത്തായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതിനിടയിൽ ഒത്തിരി പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു. ശുശ്രൂഷാ മേഖലകളിൽ തന്നെ പ്രയാസങ്ങളൊക്കെ കടന്നു വന്നു. എന്നാൽ സകലത്തിന്റെ നടുവിലും ദൈവീക കരുതലുകൾ അനുഭവിക്കാനിട വന്നു. ഇപ്പോൾ 2024 മുതൽ ഈ സമയം വരെയും തിരുവനന്തപുരം സിറ്റിക്കടുത്ത് പാപ്പനംകോട് ചൂഴാറ്റുകോട്ട എന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു എളിയ ശുശ്രൂഷകനായിരിക്കാൻ കർത്താവ് ജീവിതത്തിൽ അവസരങ്ങളെ നൽകിക്കൊണ്ടിരിക്കുന്നത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ കർത്താവ് കൃപ ചെയ്യുന്നു. കർത്താവ് എവിടെയൊക്കെ അയക്കുന്നു അവിടെയൊക്കെ കടന്നുപോയി കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം എന്നെ സഹായിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേര് നിന്ദിച്ചതാ, ഒത്തിരി പേര് പരിഹസിച്ചതാ, ഒത്തിരി പേര് മാറ്റി നിർത്തിയതാ, കൊള്ളത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷേ അതിൻ്റെ നടുവിൽ
ദൈവത്തിന്റെ കരുതൽ അനുഭവിപ്പാൻ കർത്താവ് സഹായിച്ചു. സഹോദരങ്ങളിൽ പലരും ഇന്നും വിശ്വാസത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. അവരെയൊക്കെ ഓർക്കാനും പ്രാർത്ഥിക്കാനും ഈ സാക്ഷ്യം കേൾക്കുന്നവരോട് ഞാൻ ഓർപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഒരാളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവനെ എപ്രകാരം ഉപയോഗിക്കാമെന്ന് എൻ്റെ ദൈവത്തിന് അറിയാം. അതിന് ഒരു സാക്ഷിയാ ഞാന്. നിന്ദയുടെ നടുവിൽ, പരിഹാസത്തിന്റെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, വേദനകളുടെ നടുവിൽ കർത്താവ് എന്നെ നിർത്തിയ വിധങ്ങൾ ഒത്തിരി ഉണ്ട്. പറയട്ടെ, ആത്മിക ഗോളത്തിൽ നിന്നും ഭൗതികപരമായ നിലകളിലും ഒത്തിരി വെല്ലുവിളികൾ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. ഒത്തിരി വിഷമിക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ മേഖലകളിലും കർത്താവ് എന്നെ കരുതിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും കർത്താവ് എന്നെ ഉയർത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും കാഴ്ചയ്ക്ക് അല്പമായ പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും യാത്രകളൊക്കെ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. എല്ലാ ഇടങ്ങളിലും കർത്താവ് എൻ്റെ കൂടെ വരുന്നുണ്ട്. എല്ലാ ഇടങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടവരുന്നുണ്ട്. ഇപ്പോൾ ചർച്ച് മിനിസ്ട്രിയോട് ചേർന്ന് ക്രൈസ്റ്റ് മിനിസ്ട്രി എന്ന ഒരു ടീമിന്റെ പ്രവർത്തനം, പരസ്യയോഗങ്ങൾ, ഒണ്ടേ കൺവെൻഷനുകളൊക്കെ സ്വമേധയായി ചെയ്യുവാൻ ദൈവദാസന്മാരോടും സഹോദരങ്ങളോടും ഒക്കെ ചേർന്ന് ചെയ്യാനുള്ള ഭാഗ്യം ദൈവം ജീവിതത്തിൽ നൽകി തരുന്നു. ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചലഞ്ചായി വരണം, ഒരു വിടുതലായി വരണം. പ്രതിസന്ധികളുടെ നടുവിലാണ് ഞാൻ നിൽക്കുന്നത്. പലരും എന്നോട് പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയത്തില്ല, നിന്നെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് എനിക്ക് സാധിക്കും, എനിക്ക് കഴിയും എന്ന് തെളിയിക്കാനുള്ള അവസരം എൻ്റെ ജീവിതത്തിൽ ദൈവം നൽകി തന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് സകലതും കഴിയും. നമുക്ക് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അസാധ്യമായതൊന്നുമില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം സാധ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമാകട്ടെ, ഒരു ചലഞ്ച് ആകട്ടെ. പ്രതിസന്ധിയുടെ നടുവിൽ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടുവാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ കർത്താവിന് വേണ്ടി ഓടുവാൻ ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും കൃപ തരട്ടെ. ഈ ബലഹീന അവസ്ഥയിലും എൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി ഉണ്ട്. ഈ ബുദ്ധിമുട്ടുകളുടെ നടുവിലും എന്നെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ആ ദൈവത്തിന്റെ കരം നമുക്ക് അനുഗ്രഹമാകട്ടെ, വിടുതലാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യവാചകങ്ങൾ അവസാനിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും പ്രശാന്തവുമായ ഈ നല്ല നിമിഷത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിന് സ്തോത്രം. കർത്താവെ, അടിയന്റെ സാക്ഷ്യം കേട്ട എൻ്റെ മക്കളെ ദൈവ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏത് സമയത്ത് ഈ സാക്ഷ്യ ശബ്ദം ജനത്തിന്റെ ഹൃദയത്തിനകത്ത് പതിക്കുന്നുവോ ആ സമയത്ത് ശക്തമായ ദൈവകൃപ വ്യാപരിപ്പാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, പ്രതികൂലങ്ങളിലായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. ദൈവവേലയുടെ മുഖത്ത് ചിലരുകൂടെ കർത്താവിനെ ഉയർത്തത്തക്ക നിലകളിൽ, ചിലരുടെ കർത്താവെ ദൈവ വചന പ്രഘോഷണത്തിന് ഈ സാക്ഷ്യം കാരണമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് അടിയൻ പ്രാർത്ഥിക്കുന്നു. ഇതിന് മുഖാന്തരമായ പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്റർ തൻ്റെ കുടുംബം, എൻ്റെ മിനിസ്ട്രിയെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവം ചെയ്ത എല്ലാം നല്ല ദാനങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ട വിധങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. സകലമാനവും മഹത്വം അങ്ങ് തന്നെ എടുക്കും. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തിൽ കേൾക്കണം. സ്വർഗത്തിലെ നല്ല പിതാവേ, ആമേൻ, ആമേൻ. ഇത്രത്തോളം എൻ്റെ സാക്ഷ്യം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഇതിനായിട്ട് അവസരം നൽകി തന്ന പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ മിനിസ്ട്രിയെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസൻ പ്രിയ രാജേഷ്. ഇത്രത്തോളം സമയം കർത്താവ് നടത്തിയ ശ്രേഷ്ഠകരമായ ജീവിതാനുഭവങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമ TV പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കന്മാർക്ക്
ഏക മകനായി ജനിച്ച് വളർത്തപ്പെട്ടു. സഹോദരിമാര് ഉണ്ടെങ്കിലും അവരിൽ നിന്നൊക്കെ ദൈവം തിരഞ്ഞെടുത്ത, ദൈവത്തിന്റെ മകനായി തീർത്ത കർത്താവിന്റെ ദാസനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ശാരീരികമായി ജന്മനാൽ കണ്ണിന് സ്വാഭാവിക കാഴ്ച ഇല്ല എന്നുള്ള ഒരു പരിമിതി സ്വന്തം സഹോദരങ്ങളോ മാതാപിതാക്കന്മാരോ സമൂഹമോ ഒരുപക്ഷെങ്കിൽ നമുക്ക് വേണ്ടുന്നതായ ആ ഒരു കരുതൽ തരാതെ ഇരിക്കുമ്പോൾ, ആ പരിമിതിയെ ഒരുപക്ഷെങ്കിൽ അംഗീകരിക്കുവാൻ തയ്യാറാകാതെ ഇരിക്കുമ്പോൾ, നമ്മെ ഈ ഭൂമിയിലേക്ക് അയച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടിതാവും നമ്മുടെ കർത്താവും ദൈവവുമായ യേശു കർത്താവിന്റെ കരസ്പർശനവും കർത്താവിന്റെ സാന്നിധ്യവും സാമീപ്യവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ ഇടയായിത്തീരുന്ന സൗഭാഗ്യകരമായ ചില അനുഭവങ്ങൾ കർത്താവിന്റെ ദാസന് ലഭിക്കുവാൻ ഇടയായി തീർന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപക്ഷെങ്കിൽ സമപ്രായക്കാരായ കൂട്ടുകാർ, പ്രിയപ്പെട്ടവർ, അല്ലെങ്കിൽ മറ്റ് അതേ ചുറ്റുപാടിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ അവർക്ക് ഓടിയെത്താൻ കഴിയുന്ന അകലങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ ഒരുപക്ഷെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരുപക്ഷെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ലായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഞാൻ മനസ്സിലാക്കുന്നു, ഇന്ന് അവര് ഒക്കെ എത്തിച്ചേരുന്നതിനേക്കാൾ അകലങ്ങളിൽ, അവർക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഇടങ്ങളിൽ പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം കർത്താവിന്റെ മഹത്വമുള്ള ശുശ്രൂഷയുമായിട്ട് അയക്കുവാൻ ഇടയായി തീർന്നു എന്നുള്ളത് ഒരു സത്യമാണ്. സാക്ഷ്യത്തിന്റെ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഇന്ത്യയുടെ 17 സംസ്ഥാനങ്ങൾ ഇതിനോടകം യാത്ര ചെയ്യുവാൻ, സുവിശേഷം പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാൻ ഓർത്തു പോവുകയായിരുന്നു, എനിക്ക് പോലും ലഭിക്കാതെ പോയ ഒരു ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. 17 സംസ്ഥാനങ്ങളിൽ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് സംസ്ഥാനങ്ങളിൽ മാത്രമേ കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എനിക്ക് ആയിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. എന്നാൽ കർത്താവിന്റെ ദാസനെ ദൈവം ഇത്രയേറെ ഇടങ്ങളിലേക്ക് അയച്ച് അനേകരുടെ നടുവില് യേശു കർത്താവിനെ സാക്ഷീകരിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളും കർത്താവ് തന്നു. ചേർത്ത് നിർത്തേണ്ടുന്ന പ്രിയപ്പെട്ടവർ തള്ളിപ്പറയുമ്പോൾ, ഒറ്റപ്പെടുത്തുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന നിരാശ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. പ്രത്യേകിച്ച് ബൈബിൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് കടന്നു ചെന്ന സ്ഥാപനത്തിലെ പ്രിയപ്പെട്ടവര് ഫീസിന്റെ കാര്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടത് കേട്ടപ്പോൾ വളരെയേറെ സങ്കടം ഉണ്ടായി. സ്വാഭാവികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചില ക്രമീകരണങ്ങൾ അവിടെ ചെയ്തിരുന്നു എങ്കിൽ ആ സ്ഥാപനത്തിന് ഒരു അഭിമാനകരമായ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു പക്ഷെങ്കിൽ പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങാമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ഫീസിന്റെ കാരണം പറഞ്ഞാണ് അവർ പുറത്ത് ആക്കിയത് എന്നുള്ളത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നുന്നു. ഒരിക്കലും നമ്മുടെ സമൂഹത്തില് അങ്ങനെ ഒരു സാഹചര്യം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ, ഒരു ദൈവവേദനയുള്ള ബന്ധത്തിൽ, ഒരു ദൈവവചനം പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലും ഉണ്ടാകുവാൻ പാടുള്ളതല്ല. ഏതെങ്കിലും ക്രമീകരണം അവിടെ ചെയ്ത് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനുള്ള ക്രമീകരണം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹം മടങ്ങി വരുമ്പോൾ ആ ട്രെയിനിൽ വെച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോകുവാനും കഴിയത്തില്ല, പഠിപ്പിച്ച സ്ഥാപനത്തിലേക്ക് പോകാൻ കഴിയത്തില്ല. എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് മനസ്സിന് അകത്തുണ്ടായ വലിയ ഭാരനിമിത്തം ജീവിതം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തതായ ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത് തികച്ചും പൈശാചികമായ ഒരു ഇടപെടൽ ആയിരുന്നു. എന്നാൽ ആ പരീക്ഷ കർത്താവ് അനുവദിച്ചില്ല. രണ്ടിനാലും ഞെരുങ്ങിയ സന്ദർഭത്തിൽ
ആ തക്ക സമയത്ത് ദൈവത്തിന്റെ അത്ഭുതമാർന്ന കരം ആമേനെ അവിടെ ചേർത്ത് പിടിക്കുവാൻ ഇടയായി തീർന്നു. ബൈബിൾ സ്കൂളിലെ പ്രിയപ്പെട്ടവരോ സ്വന്തം വീട്ടുകാരോ സ്വീകരിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ പോലും സ്വർഗത്തിലെ ദൈവം അവിടെ ചേർത്ത് നിർത്തിയതായ ആ അത്ഭുത നിമിഷങ്ങൾ, ദൈവം ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ അത് മനുഷ്യൻ സ്നേഹിക്കുന്നത് പോലെയല്ല. ദൈവസഭയായാലും ബൈബിൾ സ്കൂൾ ആയാലും ഏതൊരു പ്രസ്ഥാനമായിരുന്നാലും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നത്. കരുണയുള്ളവരായിരിക്കുക. പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ, ശാരീരികമായി വൈകല്യമുള്ള പ്രിയപ്പെട്ടവരെ കരുതുന്നത് കർത്താവിന്റെ പ്രത്യേക കാര്യപരിപാടിയിൽപ്പെട്ടതാണ്. തികച്ചും അപലപനീയമായ ചില സംഭവങ്ങളാണ് ആ സ്ഥാപനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. ആ സന്ദർഭത്തിൽ ട്രെയിനിൽ വെച്ച് അങ്ങനെ ഒരു ആപത്ഘട്ടം ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം അവര് തന്നെ അതിന്റെ കുറ്റക്കാരായി തീരുമായിരുന്നു. ദൈവസന്നിധിയിലും അവർ കണക്ക് പറയേണ്ടി വരുമായിരുന്നു. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെ എല്ലാവരെയും രക്ഷിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. കർത്താവിന്റെ ദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷ മണ്ഡലങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ പ്രതീക്ഷകളും പ്രതീക്ഷിച്ചവരും ഒക്കെ ഒരു പക്ഷെങ്കിൽ കൈവിട്ടാലും കൈവിടാത്ത ഒരു കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള വ്യക്തമായ ഒരു ഉറപ്പ് ജീവിത അനുഭവങ്ങളിലൂടെ കൈവരിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തല്ലോ. അതുകൊണ്ട് അവസാന ശ്വാസം വരെയും കർത്താവിനോട് ചേർന്ന് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി മുന്നോട്ടുള്ള യാത്ര ചെയ്യുവാൻ, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവ അവസരങ്ങളെ ഒരുക്കട്ടെ എന്ന് ഇത്തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ TV പ്രേക്ഷകരെ, നിങ്ങൾ ഈ കർത്താവിന്റെ ദാസനെ ഓർക്കുകയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളെ ഓർക്കുകയും ആ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഇത്തരണത്തിൽ പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ എത്രയോ പ്രിയപ്പെട്ടവർ സമാന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഒരു ചെറിയൊരു കൈത്താങ്ങ് കൊടുക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്കല്ല നമ്മൾ ചെയ്യുന്നത്, പകരം നമ്മുടെ കർത്താവായ യേശുവിനാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ വചനം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് കണ്ണോടിക്കുക, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, നമ്മുടെ അയൽ ഭവനങ്ങളിലേക്ക്, നമ്മുടെ ദേശത്തേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, എന്തിനേറെ നമ്മുടെ സഭയിൽ തന്നെ നമ്മളൊന്ന് നോക്കൂ. എത്രയോ പ്രിയപ്പെട്ടവർ, സഹായം അർഹിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ചെയ്യുവാൻ കഴിയുമെങ്കിൽ ഒരു ചെറിയ സഹായം നാം അവർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവരെ നാം ചേർത്ത് പിടിക്കുവാൻ കർത്താവിന്റെ ഇഷ്ടം നമുക്ക് അവരുടെ പ്രവൃത്തിപഥത്തിലൂടെ, വിശ്വാസം അത് വാക്കുകളിൽ മാത്രമല്ല അത് പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതം വ്യർത്ഥമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ നല്ല അവസരങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിനിയോഗിക്കാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ. ഈ സാക്ഷ്യം നിങ്ങൾ കേട്ട ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും താല്പര്യമുള്ള പ്രിയപ്പെട്ടവർക്ക് പങ്കെടുക്കുവാൻ അവസരമുണ്ട്. അതിനായി ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടിക്കാണും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം
പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.